സൗഹൃദങ്ങളിൽ ചെലവ് അധികരിച്ച കാലമാണ് നമ്മുടെ ഈ പ്രസന്റ് ജനറേഷൻ. സൂക്ഷിക്കണം. കാര്യം പറയാം. എന്തൊരു കാര്യത്തിനും ഇപ്പോൾ കൂട്ടുകാർക്ക് ചെലവ് കൊടുക്കണം എന്നുള്ള ഒരു അനാചാരം പതുക്കെ വലിയൊരു ആപത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പുതിയ വാഹനം വാങ്ങിച്ചതിന്, പുതിയ മൊബൈൽ വാങ്ങിച്ചതിന്, ഗൾഫിൽ നിന്ന് വന്നതിന്, പോകുന്നതിന്, വിവാഹം എൻഗേജ്മെന്റ് ചെയ്തതിന്, എല്ലാറ്റിനും ഇപ്പോൾ ചെലവാണ്. പണം കയ്യിലുള്ളവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ബട്ട് പലരും ഇതെല്ലാം വാങ്ങിക്കുന്നതും ചെയ്യുന്നതും അവരുടെ കയ്യിൽ പണം ഉണ്ടായത് കൊണ്ടല്ല, തവണകളായി അടച്ചു വീട്ടാമെന്ന് കരുതിയോ പലരിൽ നിന്നും കടം വാങ്ങിയോ ആയിരിക്കും പലരും ഇതെല്ലാം ചെയ്യുന്നത്. കൂട്ടുകാർക്ക് ചെലവ് കൊടുക്കാൻ വേണ്ടി വീണ്ടും കടം വാങ്ങിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെലവ് കൊടുത്തില്ലെങ്കിൽ കൂട്ടുകാരുടെ മുന്നിൽ ഞാൻ പരിഹാസ്യനാകുമോ, ഞാൻ പിശുക്കനാണെന്ന് എന്റെ കൂട്ടുകാർ കരുതുമോ എന്ന ഭയത്താൽ കടം വാങ്ങിയും ചെലവ് കൊടുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് പലരും. ചോദിക്കാതെ ഇഷ്ടത്തിന് തരുന്നതാണ് യഥാർത്ഥ ചെലവ്. പലരുടെയും പുറത്തു കാണുന്ന സാമ്പത്തിക സ്ഥിതി ആയിരിക്കില്ല അവരുടെ ഉള്ളിലുള്ളത്. മാറ്റണം. അസഭ്യമായ നീചമായി കൊണ്ടിരിക്കുന്ന ഈ പുതിയ ട്രെൻഡ്. സൗഹൃദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കൽ. ബട്ട് ആർക്കും അതൊരു ബാധ്യതയാവരുത്. പ്ലീസ്. ഇനിയും കാണാം.